അപ്പോൾ ഗൈസ് നമ്മൾ ബാട്ടു കേവ്സ് പോയിട്ട് ചെറിയ ഷോപ്പിംഗ് നടത്തി. പക്ഷെ മഴ കാരണം നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. മൈക്കും സംഭവങ്ങളൊക്കെ നനയണ കാരണം നമ്മൾ വ്ളോഗ് ചെയ്തില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ഇപ്പോൾ രാത്രി 8 മണിയായി. ഇനി നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഫുഡും സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിനാണ് നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി ഗൈസ്. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം, വയറെന്താവോ. പക്ഷെ ഇവിടുത്തെ മലേഷ്യൻ വിഭവങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ മദ്രാസ് എത്തി. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡുകൾ. ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തുനിന്ന് ഇതൊക്കെ എന്തിട്ടത് ഇതൊന്നും വേണ്ടല്ലേ? കുറേ സാധനങ്ങൾ. ഒരു 10 റിങ്കറ്റ് ഉണ്ട്. മിയാവ് വേണ്ട. ബ്രെഡ് ഓംപ്ലേറ്റ് ആണെന്ന് തോന്നുന്നത്. ഇതെന്തിട്ടത്? ഇവിടെ ഷവർമ്മ ഇട്ടിട്ടാ വിശ്വസിച്ച് തിന്നാൻ പറ്റും. ഇതെന്താ മീമിയാണോ? എനിക്ക് തിന്നെ ഇഷ്ടമല്ല കേട്ടാ, ഞാൻ തിന്നില്ല. കാടയുണ്ട്. അതെ, പെക്കല്ലേ തലാപ്പിയ പെക്കാൻ ബുനിയാൻ പൊങ്കുക്കു പെട്ടായി ഇക്കാൻ ബ്ലിസ് ഒന്നും വേണ്ട അവിടെ. ഇതെന്നിട്ട് മീറ്റ് ബോൾസോ? കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എന്താണ് ചീപ്പാണ്, ഭയങ്കര ചീപ്പാ. പക്ഷെ എന്ത് വാങ്ങി കഴിക്കണം എന്നുള്ളത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ, നാളെ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നുള്ളത് അറിയില്ല. അതോടെ നോക്കാം. എന്തായാലും ഒരു റൗണ്ട് കറങ്ങിയിട്ട് നമുക്ക് എന്ത് വാങ്ങണം തിരിച്ച് പോകുമ്പോഴാ പണി കിട്ടിയെങ്കിലും. കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. എന്തൊക്കെയോ ബജി പോലത്തെ കുറേ സാധനം. ഏതെന്തത്? ചിക്കൻ ഗ്രിൽ. എന്തോരം സാധനങ്ങളാ. പണ്ടാൻ കുറെ സാധനങ്ങളുണ്ട് ഗൈസ്. ശരിയാണല്ലോ, ഇത് വലിയ സ്ട്രീറ്റ് ആണല്ലോ. ശനിയാഴ്ച മാത്രമേ അത് തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. ശനി ഞായറും. എന്തൊട്ടത്? ഷവർമ്മ, കബാബ് ഇത് നമ്മള് കഴിക്കണതല്ലേ. എന്തൊക്കെ കഴിക്കുന്നത്? ഇതെന്തോ ഒരു സാധനം. ചക്കയോ? ചക്ക വറുത്താണത്. കൊറേ ഉണ്ട് ഗൈസ്. നീ വാട്ടർ ബോട്ടിൽ സൈനിക്ക് എന്തിനും വേണോ? വേണ്ടല്ലേ? അതെ, സൈനിക്ക് മേടിച്ചിട്ടുണ്ട്. വെറൈറ്റി സാധനമാണ് സൈനിയ. അടിപൊളി സാധനം. ഏകദേശം ഈ കളറൊക്കെ ആയിട്ട് മാച്ച് വരുമായിരിക്കും. പക്ഷെ ഈ വീഡിയോ കണ്ടതിന് മുമ്പ് ഉള്ളിൽ സാധനം എത്തും ചിലപ്പോൾ. അതാണ് കുഴപ്പമില്ല. എന്നാലും നീ ആ വീഡിയോ കാണുമ്പോൾ ഇത് ഓർത്താൽ മതി. ഇതൊക്കെ എന്തിട്ടാണ്? സ്ട്രീറ്റ് വലിയ സ്ട്രീറ്റാണ് ഗൈസ്. ചക്ക വറുത്തതെന്ന് തോന്നുന്നുണ്ട് കേട്ടത്. നമുക്ക് പറ്റിയ ടൈപ്പ് ഷർട്ട്. മലേഷ്യൻ ഡ്രസ്സുകളുണ്ടല്ലോ. 10 റിങ്കറ്റ്. ഭയങ്കര വില കുറവാട്ടാ ഡ്രസ്സിനൊക്കെ. 10 രൂപ. നോക്കി നീ നൈറ്റൊക്കെ 10 രൂപ. 200 രൂപയുള്ളൂ നാട്ടിൽ. യങ് ചീസ്. സ്വീറ്റ് നമ്മുടെ സാധനം. കുറേ സാധനങ്ങളുണ്ട് കേട്ടാ. ഇതെന്ത് കഴിക്കുന്നത്? എന്തിട്ടത് വറുത്തിടണത്? ടോർട്ടിയില. ഷവർമ്മ എന്ത് സാധനം? What is this? Chicken. 6 piece. Chicken. കഴിച്ചിട്ട് പറയാം. ആറ് പീസിന് 5 റിങ്കറ്റ്. കഴിച്ചു നോക്കാം. നമ്മള് ഒരു ചിക്കൻ ഫിൽഡ് ഒരു ഫ്രൈഡ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. 6 പീസിന് 5 റിങ്കറ്റ് ആയിട്ടുള്ളൂ.
അതായത് ഒരു 100 രൂപയ്ക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതേ ഈ സാധനം കൂടെ മേടിക്കണം. 2 റിങ്കറ്റിന് പറഞ്ഞാൽ ഒരു കുക്ക് ചൂടില്ലാത്ത മേടിക്കാം. ഇത് നമുക്ക് ആ മണിമണി പോലത്തെ മേടിച്ചാലോ? ആ ഫ്രൈഡ് ഇരിക്കുന്നത് കുറേ എണ്ണ പലഹാരങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പേരും നമുക്കറിയില്ല. കുക്ക് എന്താന്ന് തമ്പുരാനറിയാം. എല്ലാം കുക്കെന്ന് എഴുതിയുള്ളേ. ഓക്കെ ആ ക്രാബാണ്. ക്രാബ് കഴിച്ചോക്കാല്ലേ? ഇത് പറഞ്ഞാൽ വാങ്ങാം. ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ. ചമ്മന്തി ഇത് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ക്രാബ് അത് ഇത് ചെമ്മീനൊക്കെ ഉണ്ട്. വലിയ ചെമ്മീനാണ്. താങ്ക് യു സോ മച്ച്. കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കഴിച്ചോക്കാം. എന്നിട്ട് പിന്നെയും വാങ്ങാൻ വരാം. കുറേ സാധനങ്ങളുണ്ട്. ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ പോയിട്ട് നീ അല്ല എന്താ തായ് ടീ കഴിഞ്ഞു പോയി. വേറെ എന്തെങ്കിലും ഡ്രിങ്കും മേടിക്കാം നമുക്ക് കുടിക്കാൻ. എന്നിട്ട് നമുക്ക് പിന്നെയും തിരിച്ചു വരാം. ഇതേ ഇവിടെ മറ്റേ സാധനം ഇതിൻ്റെ ഏത് പനന്തൊങ്ങിൻ്റെ ജ്യൂസ് ഉണ്ട്. അത് കുടിച്ചോക്കാം. സീ കോക്കനട്ട്. ഇത് പനന്തൊങ്ങ അല്ല, സീ കോക്കനട്ട്. പനന്തൊങ്ങ പോലെ തന്നെയില്ലേ? നമ്മുടെ പനന്തൊങ്ങിൻ്റെ ജ്യൂസാന്ന് തോന്നുന്നുണ്ട്. നല്ല കറുപ്പ് കോളയുടെ കളറ്. റെയിൻകോട്ടും കൊണ്ട് നടന്ന നാളിപ്പോൾ റെയിൻകോട്ട് കളയാൻ 4 റിങ്കറ്റാണ് ചെറുതിന്. അപ്പോൾ നമുക്കിത് മേടിച്ച് വെക്കാം. എന്നാ അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കഴിക്കാനും ഡ്രിങ്കും കിട്ടിയിട്ടുണ്ട്. കോക്കനട്ട് സീ. എവിടെയെങ്കിലും പോയി ഇരിക്കാം. ക്യാൻ സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും ഒഴിവുള്ള സ്ഥലത്ത് വല്ല കടത്തുണ്ടായാലോ അവിടെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് എന്തെങ്കിലും കുത്തിക്കയറ്റാം. എന്നിട്ട് പിന്നെയും തിരിച്ചു വരാം. അതെ, ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഇനിയും തിരിച്ചു വരും. കഴിക്കാനുള്ളൊരു ക്യാമ്പ്. ഇവരെ നല്ല കവറുള്ള അതൊക്കെ ഇഷ്ടമായി. ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു തിണ്ടുമ്പോൾ വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല അല്ലേ? നമ്മുടെ എന്താണ് സീ കോക്കനട്ട് ജ്യൂസ്. എന്താ ഒരു ബഹളം? ഏതോ ഒരു ചെറിയ ചക്ക വന്നിട്ട് ഡയലോഗ് അടിച്ചു. വിഷയാണല്ലോ അവിടെ. അപ്പൊ സീ കോക്കനട്ട് ജ്യൂസ് കൊള്ളാം. പൈസ പോയില്ല ഗൈസ്. 4 റിങ്കറ്റിനുള്ളതുണ്ട്. 80 രൂപ. നമുക്കിത് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം കഴിച്ചോക്കാം. കൊള്ളാം. അടിപൊളി സാധനം. ആ പൊറോട്ട അല്ല, അങ്ങനെ എന്തോ സാധനത്തില് ചിക്കൻ നല്ല കട്ട്ലേറ്റ് ഒക്കെ പോലെ സാധനം. പക്ഷെ കട്ട്ലേറ്റ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട്. വീണ്ടും പൈസ വരിക. അപ്പോൾ ഇതെത്ര? 6 റിങ്കറ്റിന് അല്ല, 6 പീസിന് 5 റിങ്കറ്റ്. അപ്പോൾ ടോട്ടൽ 9 റിങ്കറ്റ്. നമ്മൾ സ്ട്രീറ്റിൻ്റെ ഇടയിൽ തന്നെയാണ്. ഏതൊരു മാളിൻ്റെ പിന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ വീക്ക് ഡേയ്സിൽ ഈ സ്ട്രീറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്ട്രീറ്റ് ഫുഡിനും കാര്യങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വണ്ടികളൊന്നും ഈ വഴിക്ക് പോവില്ല. നല്ല മഴയും. ഇപ്പം മഴയില്ല, പിന്നെയും തൂളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ക്ലൈമറ്റും ഈ സാധനം നല്ല ചൂടുള്ളതും കൊള്ളാം അല്ലേ? നമ്മുടെ ഹോട്ടലിൻ്റെ
തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നുള്ളത്. ഒരു 50 മിനിറ്റുള്ളൂ. നമ്മുടെ അടുത്ത ഐറ്റം ക്രാബ് ബോൾസ്. ഇത് ചൂടില്ല. ചമ്മന്തി തന്നിട്ടുണ്ട് അവര്. ചമ്മന്തി ഉണ്ട് ഗൈസ് ക്രാബ് ബോൾസിൻ്റെ ഒപ്പം. അപ്പം നമുക്കിനി ക്രാബ് ബോൾസ് കഴിക്കാം ഗൈസ്. ഇതൊന്നും എടുക്കാം. പിന്നെ അവർ നമുക്ക് ചമ്മന്തി തന്നിട്ടുണ്ട്. ഒഴിക്കും ശരിക്കും ഓക്കെ. നല്ല എരിവുള്ള സോസാണ് കഴിച്ചത്. നാല് പീസുണ്ട്. 4 പീസിന് വെറും 2 റിംഗറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മുടെ 4, 5, 9, 11 റിംഗറ്റ് ഇത്രയേ ഉള്ളൂ. ക്രാബ് ബോൾസ് വിത്ത് ചമ്മന്തി എനിക്ക് വേണം. ഇതിലൊഴിച്ചേ, ഇതിലൊഴിക്ക്. ഇതുമ്മ ഫുള്ള് ഒഴിക്ക്. എൻ്റെ മോനെ ഇതുണ്ടാകുന്നില്ല. ചമ്മന്തി കൊള്ളാം. ചമ്മന്തി കളയല്ലേ? ചമ്മന്തി നമുക്ക് ആ ചിക്കനിൽ ഒഴിച്ച് കഴിക്കാം. പക്ഷെ വെച്ചോ കൊള്ളാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ പത്തിരിയും പിന്നെന്താ മീറ്റ് ബോൾസ്, ക്രാബിൻ്റെ മീറ്റ് ബോൾസും പിന്നെ ഈ സാധനവും കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റൗണ്ട് 2 നൈറ്റ് ഇറങ്ങിയേക്കാണ്. കഴിച്ചതെല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത് എന്ത് വാങ്ങാം എന്ന് നോക്കി പോവാം. അതെ, നമ്മുടെ സായിക്ക് മലേഷ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഡോണറ്റ് കഴിക്കണം. ഇതോ എത്ര 10 രൂപ തന്നുണ്ട്. അത് വാങ്ങാം. അതെ അതെ, കവറിലങ്ങനെ കാണാല്ലേ. ഡോണറ്റ് പിസ്ത ഫ്ലേവേർഡ് ഡോണറ്റ് മേടിച്ചിട്ടുണ്ട്. 4 റിംഗറ്റ്. അപ്പോൾ 11, 4, 15 റിംഗറ്റ് ആയിട്ടുള്ളൂ ടോട്ടൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വലിയ റേറ്റ് ഒന്നും ഇല്ല. എടുത്തോ വേറെ വെള്ളക്കടല മസാല ഇട്ടത് മേടിച്ചിട്ടുണ്ട്. 5 റിംഗറ്റ്. അത് എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ടോട്ടൽ 20 റിംഗറ്റ്. എന്താ ചെയ്യുക, ഇവൾക്ക് കാണുന്നത് എല്ലാം വേണം. നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മേടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇവിടെ മലേഷ്യൻ ഫുഡാന്ന് തോന്നുന്ന സാധനം പറയുമ്പോ അവന് അത് കഴിക്കാൻ മസാലക്കട അല്ല മസാല കപ്പലണ്ടി വെള്ളക്കടല മുളക് ഇട്ടതാണ് ഇവിടെ 5 റിംഗറ്റ് കൊടുത്തിട്ട് മേടിക്കുന്നത്. എന്തിനാണോ കഴിക്കില്ല, അതാണ് കഴിക്കാത്ത സാധനമാണ് മേടിക്കണേ. പിന്നെ ഒരുമാതിരി അല്ലെ ഒരു കാര്യം ചെയ്യാം, നീ ഒരു സാധനം പറയും, ഞാനത് മേടിച്ചു തരാം. പക്ഷെ നീ അത് കഴിക്കേണ്ടി വരും. ഇതെന്തൊരു അത് കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇതെന്താ സാധനം, പയറാണോ എന്തോ സാധനമോ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണോ ഗൈസ്, ഞാൻ കഴിക്കൂല കേട്ടോ ഇതൊന്നും. കക്ക പോലെ സാധനമുണ്ട്, നിനക്ക് തരണ്ടേ കഴിക്കാൻ? എന്തേ മലേഷ്യ ഇതെന്തിട്ടത് സൂസു ക്രാബ്, അത് ബ്ലാക്ക് പെപ്പർ ചിക്കൻ ഇതാണോ? ഇത് കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. കണ്ടാ
7 രൂപയ്ക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ കൂടി. ആ ചക്ക, ദേ ചക്ക ഗൈസ്, ഫ്രഷ് ചക്ക വറുത്തത്, ചക്ക വറുത്തതും വറുക്കാത്തതും. എന്താ നോക്കിയേ, എന്തത് എന്തത് ഇതെന്തിട്ടത്? അതൊക്കെ എന്തിട്ടാണോ? ഞാവല്ല എന്തായാലും. എന്താ ഉണ്ട്? അല്ലെ നമുക്ക് അവിടെ നിന്ന് അടുക്കിലേക്ക് പോകണോ? അവിടേക്ക് തന്നെ പോകണോ? തിരിച്ചു പോയാലോ? നല്ലത്. നമുക്ക് തിരക്കുള്ള സ്ഥലത്തേക്ക് പോവാം ഗൈസ്. കടല കെട്ടി നോക്കട്ടെ ഞാൻ. വെറും വെള്ളക്കടല മസാല ഇട്ട് എന്തിനോ വേണ്ടി മേടിച്ചൊരു സാധനം. പിന്നെ വെള്ളക്കടലേ, പച്ചമുളക്, പച്ചമുളക് അല്ലേ, വെറും നമ്മുടെ മുളക് പൊടി ഇട്ടൊരു സാധനം. കുറച്ച് വേപ്പിൻ്റെ അരിയുണ്ട്. എൻ്റെ 5 യൂറോ പോയി കഴിച്ചു. 5 റിങ്കറ്റ് പോയി കഴിച്ചു. വേസ്റ്റ് ഓഫ് മണി. വെറുതെ കഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ ടോട്ടൽ സ്പെൻഡിങ് 20 തന്നെയല്ലേ? 20. ആ ഡോണറ്റ് കഴിക്കാം. മേടിച്ചൊക്കെ നമുക്ക് കഴിക്കാം. ഡോണറ്റ് നല്ലതായിരിക്കും. അതുപോലെ ആ ചക്ക വറക്കുന്ന സാധനം നമുക്ക് ഫ്രഷ് ചക്ക വറുത്ത് തിന്നോക്കാം. അവരിക്കാം. കുറേ മേക്കപ്പ് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേണോ? വേണ്ട. ഇതെന്തിട്ടത്? ജെല്ലി. നമുക്ക് ബീഫിൻ്റെ കബാബ് ഉണ്ട്, പിന്നെ ഏതാ ചിക്കൻ ഉണ്ട്, ലാമ്പ് ഉണ്ട്. ലാമ്പ് മേടിച്ചാലോ? വേണ്ട. ആ ബീഫ് ടെൻഡർലിയോൺ ഉണ്ട്, 8 റിങ്കറ്റ്. ഇതാണ് നമ്മൾ അന്ന് 1300 രൂപയ്ക്ക് മേടിച്ചത് ഹയാത്തത് ടെൻഡർലിയോൺ. Can we have one beef tenderloin? One. ഇതൊരെണ്ണം വാങ്ങാം ഗൈസ്. Spicy sauce? No. Short spicy? A bit spicy. Okay. ചിക്കൻ ഉണ്ട്, ലാമ്പ് ഉണ്ട്, ബീഫ് ഉണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യണ്ട, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബീഫ് ടെൻഡർലിയോൺ കബാബ് അതുകൂടി മേടിച്ചു. അപ്പോൾ അത് 8 റിങ്കറ്റ്. അപ്പോൾ ടോട്ടൽ 28. കളർ 28 റിങ്കറ്റ് ടോട്ടൽ. ഇതൊക്കെ കഴിച്ച് തീർന്നാൽ മതി. ഇനി ഇത് കഴിച്ച് തീർക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് വരാം. ഓക്കെ. അതെ. ഡെസേർട്സ് ഒക്കെ നമ്മൾ നോക്കി ചിരിക്കുന്നു. കയ്യിലൊരു ഡെസേർട്ട് ഓൾറെഡി ഉണ്ട്. എന്നിട്ടാണ് കുറെ ഐറ്റംസ് ഉണ്ട് കഴിക്കാം. വയറെന്ന് അറിയണോടത്തോളം നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ മധുരം കൊണ്ട് കുറെ സാധനം. ഹൈ ഇതൊക്കെ തിന്നണ്ടേ. നമ്മുടെ പഴയ സ്പോട്ടിൽ സ്പോട്ടെത്തി. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അപ്പം നമ്മൾ നേരത്തെ ഇരുന്ന് അതേ മാളുടെ സൈഡിൽ വന്നിട്ട് ഇരുന്ന് കഴിക്കാം. ചെറിയൊരു തിണ്ടുണ്ട്, കണ്ടു വെച്ചിട്ടുണ്ട്. ആ ഒരു തിണ്ടുമ്പോൾ വന്നിരിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അത് അതേപോലെ ഉണ്ട് ഗൈസ്. അതാ ഗൈസ്, നമ്മൾ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. സണ്ണി ലിയോൺ അല്ല, ടെൻഡർ ലിയോൺ. ഗൈസ് നമുക്ക് ബീഫ് ടെൻഡർ ലിയോൺ കബാബാണ്, പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കഴിച്ച് തീരുമ്പത്തിനും നമ്മുടെ വയറാണ്. ഇനി ഇങ്ങോട്ട് വലിച്ചോ, ആ പീസ് എടുത്തോ.
ആ എടുത്തോ. ഉറക്ക പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. കേക്കൊന്നില്ല. പറഞ്ഞ പോലെ പൈസക്കുള്ള സാധനം സൂപ്പർ സൂപ്പർ. ഇവിടെ അടുത്ത തരം പിസ്ത ഡോണറ്റ്. എപ്പടി ഞാൻ ഡോണറ്റ് മറ്റേ പച്ച കിക്കറ്റ് എടുത്തിട്ടുണ്ട് കൈസ്. ധോണി കഴിച്ച ഏതാണ്ട് ഒരു പരിവാവും വയറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചിക്കൻ്റെ കട്ട്ലേറ്റ്, പിന്നെ ക്രാബിൻ്റെ മീറ്റ് ബോൾസ്, പിന്നെ നമ്മൾ കോക്കനട്ട് സീ ഡ്രിങ്ക്, പിന്നെ നമ്മുടെ ഡോണറ്റ്, ബീഫിൻ്റെ കബാബ്, പിന്നെ മസാല, വെള്ളക്കടല മസാല. അല്ല എവിടെ 6 ടോട്ടൽ 28 റിങ്കറ്റ്. 28 റിങ്കറ്റ് ആകുമ്പോൾ 600 രൂപ. 600 രൂപയ്ക്ക് ഇത്രയും കഴിച്ചിട്ട് നമ്മുടെ വയറിപ്പോൾ ഏകദേശം നിറഞ്ഞു. ഇനി സായിയുടെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും അടുത്ത റൗണ്ട് 3ക്ക് പോകും. പോണോ? നമ്മൾ റൗണ്ട് 3ക്ക് ഇറങ്ങിയതാണ്. പക്ഷേ റൗണ്ട് 3യിൽ നമുക്ക് ഒന്നും കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ മനസ്സ് മാറിയിട്ട് ഇവിടെ ആരൊക്കെയോ ഏതോ ഷോപ്പിംഗ് മാളിൽ നിന്ന് കുറേ കവറും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് മാളിൽ ഓഫർ ഉണ്ടാകുന്നിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിങ് മാറി ഷോപ്പിങ്ങിന് പോകാമെന്നുള്ള പ്ലാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കായിരുന്നതിൻ്റെ മേലെ മാളാ. അപ്പോൾ അവിടെ കയറി നോക്കാം. എനിക്ക് എൻ്റെ പൈസ കുറേ പോകും കൈസ്. എവിടെ പോയാലും ഈ ബ്രിക്ക് എന്നിട്ട് കടയിൽ ഒരുപാട് ആൾക്കാർ കണ്ടാ എല്ലാവരും ദേ ഇതെവിടെയാണ് ദായി വരണ ചേച്ചി. ആൾക്കാരിൽ നിന്നൊക്കെ എന്തോരം പറ്റിയ എന്തത് ബ്രിക്ക്. ദേ ദേ എല്ലാവരും ബ്രിക്ക്. ദേ എൻട്രി ഇല്ലേ ക്ലോസ് ആയ. ദേ പിന്നെ വരുന്ന ആൾക്കാർ എന്തിട്ടോ ഈ ആൾക്കാരിൽ മൊത്തം. ഇവിടെ എന്താ വെറുതെ കൊടുക്കണ്ടോ? എന്തിട്ടത് കട ഒഴിവാക്കണ പരിപാടിയാണോ? ഒരു ആള് മിനിമം ഒരു 10 പെട്ടെങ്കിലും മിനിമം കൊണ്ടുപോണ്ട്. അങ്ങനെ ഇപ്പം ഞാനൊരു 100 ആളെ കാണുന്നു. സംഭവം എന്താണെന്നറിയില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ വെറുതെ കൊടുക്കുന്നതാണോ കട ഒഴിപ്പിച്ച് പൂട്ടി പോകണമെന്നാണോ എന്നൊന്നും അറിയില്ല. എന്തത്? പക്ഷെ ഇവരുടെയിലൊക്കെ കാർഡ് എന്തോ കൂപ്പൺ എന്തോ സാധനം ഉണ്ട്. അങ്ങനെയുള്ള സാധനം കൊടുക്കണേ. ഓക്കെ ദേ എവിടെ നോക്കിയാലും ബ്രിക്ക്. എന്തായാലും നമ്മളൊരു 2 മണിക്കൂർ മുമ്പ് ഒരു 4-5 ബാഗ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. പക്ഷെ എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ. കൊള്ളാം. എന്തായാലും പ്രീ ബുക്ക്ഡ് സെയിലാന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു കാർഡ് ഉണ്ട്. അപ്പം അതിപ്പോൾ വന്നിട്ട് എല്ലാവരും ക്യൂ നിന്ന് മേടിക്കുന്നതായിരിക്കും. നമ്മുടെ ഐഫോണൊക്കെ ഇറങ്ങുമ്പോൾ വാങ്ങണ പോലെ. നോ ഗൈസ്, എന്തോ വലിയ സംഭവം നടക്കണമെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ വന്ന് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നമുക്ക് നോ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോവാം. തിരക്ക് നോക്കൂ. ബ്രിക്കിന് വേണ്ടി ഇത്രയും മടി. സോ മച്ച് പീപ്പിൾ. പക്ഷെ ഇന്ത്യൻസ് ആരെയും കാണാനില്ല കേട്ടാ. ഇന്ത്യൻസ് ആരുമില്ല ക്യൂവില്. ഇവിടെയും ഉണ്ട് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കോലാലംപൂരുള്ള ലാസ്റ്റ് നൈറ്റ് ഏതെങ്കിലും പബ്ബിൽ പോവാം. എല്ലാ ദിവസവും രാത്രി പബ്ബിൽ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും കൂടി നമുക്ക് പബ്ബിൽ പോവാം. നമ്മുടെ 3rd നൈറ്റ് ഡിന്നർ അതിന് നമ്മുടെ ടെറാസേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ബിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു റൂഫ് ടോപ്പ് ബാറാണ് വിത്ത് സായ്. നമ്മൾ എന്താ പറഞ്ഞുള്ളതെന്നറിയോ? നമ്മളിതാ സായ്ക്ക് ഒരു വൈറ്റ് വൈൻ, ലവില സാഗോൺ ബ്ലാക്ക്, പിന്നെ ഞാൻ
താങ്ക് യു. ഇതേ ഒരു സിംഗിൾട്ടൺ മേടിച്ചിട്ടുണ്ട്. താങ്ക് യു. സിംഗിൾട്ടൺ ഓൺ ദ റോക്സ്. നമ്മുടെ വേറൊരു കോക്ടെയിൽ വന്നിട്ടുണ്ട്, പരീസിയൻ മ്യൂൾ. ഇതിന് 50 റിങ്കറ്റാണ്. കുടിച്ചു നോക്കിയിട്ട് ഇത് കുടിച്ചു നോക്കിക്കേ. ലൈം ജ്യൂസ് പോലെ. ഇതിൽ നമ്മുടെ കുക്കുംബറിന്റെ പീസാന്ന് തോന്നുന്നുണ്ട്. നല്ല രസത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ പെട്രോനാസ് ടവറിന്റെ വ്യൂ, പിന്നെ നമ്മുടെ റേഡിയോ ടവറിന്റെ വ്യൂ എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ടെറാസെ പബ്. അത് നമ്മുടെ ഹോട്ടൽ മേ ടവർ വേർ വി ആർ സ്റ്റേയിങ്. ആൻഡ് ദെൻ സ്കൈലൈൻ നോക്കുക ഗൈസ്, നമ്മുടെ KL ടവർ, പിന്നെ നമ്മുടെ പെട്രോനാസ് ടവർ, എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്താണ്. നമ്മൾ അത്രയും സിറ്റിയുടെ നടുക്കിലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് എക്സ്പെൻസീവ് അല്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നൈറ്റ് ഒരു ഡ്രിങ്ക്സിനായിട്ട് വന്നതാണ്. ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പബ്ബിൽ പോയി കഴിഞ്ഞിട്ട് വിശപ്പ് കൂടിയിട്ട് ഇതപ്പോൾ ഒരു ആട്ടൻ സൂപ്പ്. ഇതെന്തായിരുന്നു? ഇതെന്തോ ജിൽ ജിൽ ജ്യൂസ്. അതെന്തോ അല്ല, അത് ജിൽ ജിൽ ജ്യൂസ്. ഇതെന്തോ എന്താണ്, ഓറഞ്ച് ജ്യൂസ്. വേറെയും സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. തിന്നിട്ടും വയറെന്ന് അറിയണില്ല. എന്താണാവോ? മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ആ പെണ്ണിൻ്റെ പേരെന്താണ്? ഷെഫിയോ അങ്ങനെ പെണ്ണില്ലേ? അതുപോലെ ട്രോള് വരാണ്ടിരുന്നാൽ മതി. ട്രോള് അയ്യോ പാവ എൻ്റെ കുഞ്ഞിന് വയറെന്ന് അറിയാണ്ട് പിന്നെയും എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചുള്ളത് അല്ല ചോദിച്ചോ. ഇതെന്താ? ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബ്രസ്റ്റും ഫ്രഞ്ച് ഫ്രൈസും സാലഡും. ഇവിടെ ചിക്കൻ 65 ഉണ്ട്, ആട്ടൻ സൂപ്പ് ഉണ്ട്. എന്തൊക്കെയാ ഇതൊക്കെ? എവിടെ പോണു? എന്തേ കഴിക്ക് നല്ല തിരക്കുണ്ട് ഗൈസ്.